നമ്മൾ ഈ റോഡിൽ സർക്കസ് വേണ്ട, പകരം TC അതിനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ എന്റെ മനസ്സിലൊരു ആശയം പറയണം, നിങ്ങളുടെ തന്നെ പങ്കുവയ്ക്കുകയാണ്. ഈ റൈഡ്, പിന്നെ ഈ സാഹസികമായ റൈഡ്, അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്, ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പം അവർ അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കി, ആ ട്രാക്കുകളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തി, ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്ക് ഒരു ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിനു ശേഷം അത് അവരെടുക്കണം. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കും, അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അപ്പൊ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി അത് ഒരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമറ്റും കാര്യങ്ങളൊക്കെ ഉറച്ച് ക്യാമറ എല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതിന് അനുവാദം കൊടുക്കും. അനുവാദം കൊടുക്കുന്ന ആ യാർഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളോ ട്രെയിനിങ്ങോ ഒക്കെ നടത്താൻ പാടുള്ളൂ. റോഡിൽ പറ്റില്ല. 3 പേര് വണ്ടിയിൽ പോയാൽ ഹെൽമറ്റില്ല, കർശനമായ നിലപാട്. 3 പേര് ബൈക്കിൽ പോവുക, പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോവുക, പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ്. അല്ല, ചെറിയ ചെറിയ കേസിന് ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഞാൻ TC-യോട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ നിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക, ഇവിടെ വെച്ചിട്ട്, പിന്നെ ഹെൽമറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക, വളരെ ഡേഞ്ചർ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെന്റ്.